പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സയൻസിന്റെ 221 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ ഒലിവർ പ്ലാങ്കറ്റിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ പ്രോസസ്യൂസും വിശുദ്ധ മാർട്ടിനിയനെയും കുറിച്ചാണ്. വിജാതീയരായിരുന്ന വിശുദ്ധ പ്രോസസ്യൂസും വിശുദ്ധ മാർട്ടിനിയനും റോമിലെ മാമർട്ടൻ കാരാഗൃഹത്തിലെ കാവൽക്കാരായിരുന്നു. ആ പ്രവിശ്യയിലെ കൊടും കുറ്റവാളികളായിരുന്നു അവിടെ തടവുകാരായി ഉണ്ടായിരുന്നത്. അവരിൽ കുറച്ചുപേർ ക്രിസ്ത്യാനികളായിരുന്നു. ക്രിസ്ത്യൻ തടവുകാരെ നിരീക്ഷിക്കുകയും അവരുടെ പ്രബോധനങ്ങളെ കേൾക്കുകയും ചെയ്ത പ്രോസസ്യൂസും മാർട്ടിനിയനും ക്രമേണ രക്ഷകനെ പറ്റിയുള്ള അറിവിനാൽ അനുഗ്രഹീതരായി. അപ്പസ്തോലനായിരുന്ന വിശുദ്ധ പത്രോസ് ആ കാരാഗൃഹത്തിൽ തടവുകാരനായി വന്നതിന് ശേഷം പ്രോസസ്യൂസും മാർട്ടിനിയനും യേശുവിൽ വിശ്വസിക്കുവാൻ തുടങ്ങി. അവർ പത്രോസ് അപ്പസ്തോലിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിക്കുകയും പിന്നീട് അദ്ദേഹത്തെ തടവറയിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. ആ കാരാഗൃഹത്തിന്റെ മേലധികാരിയായിരുന്ന പോളിനൂസിനെ ഇതിനെപ്പറ്റിയുള്ള അറിവ് കിട്ടിയപ്പോൾ അദ്ദേഹം വിശുദ്ധന്മാരായ പ്രോസസ്യൂസും മാർട്ടിനിയനും യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ വിശുദ്ധരാകട്ടെ സധൈര്യം യേശുവിലുള്ള തങ്ങളുടെ വിശ്വാസത്തെ ഏറ്റുപറയുകയും ജൂപ്പിറ്ററിന്റെ സ്വർണം കൊണ്ടുള്ള പ്രതിമയുടെ മുഖത്ത് തുപ്പുകയും ചെയ്തു. ഇത് കണ്ട പോളിനൂസ് അവരുടെ മുഖത്തടിക്കുവാൻ പടയാളികളോട് ഉത്തരവിട്ടു. തുടർന്ന് അവരെ ക്രൂരമായി പീഡിപ്പിക്കുവാൻ പോളിനൂസ് ഉത്തരവിട്ടു. വിശുദ്ധന്മാരെ ഇരുമ്പ് കമ്പിയോടടിക്കുകയും തീപ്പന്തങ്ങൾ കൊണ്ട് പൊള്ളിയേൽപ്പിക്കുകയും ചെയ്തതിനു ശേഷം അവരെ വീണ്ടും കാരാഗൃഹത്തിൽ അടച്ചു. ലൂസ്ന എന്നു പേരായ ദേവഭക്തിയായിരുന്നു ആ ഒരു മഹതി ആ തടവറയിൽ അവരെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ക്രൂരനായ പോളിനൂസിനെ ദൈവം അധികം താമസിയാതെ തന്നെ ശിക്ഷിക്കുകയുണ്ടായി. അദ്ദേഹം അന്ധനായി തീരുകയും 3 ദിവസങ്ങൾക്കുള്ളിൽ മരണപ്പെടുകയും ചെയ്തു. പോളിനൂസിന്റെ മകൻ നഗരത്തിന്റെ ഭരണാധികാരിയുടെ പക്കൽ ചെന്ന് പ്രോസസ്യൂസിനെയും മാർട്ടിനിയനെയും ഉടൻ തന്നെ വധിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അപ്രകാരം 67 വിശുദ്ധന്മാർ വാളിനിരയാക്കപ്പെട്ടു. വിശുദ്ധന്മാരായ ആ രക്തസാക്ഷികളുടെ മൃതദേഹം ലൂസിന അടക്കം ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അവരുടെ ശവകുടീരം റോമിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ പാർശ്വഭാഗത്തായി നിലകൊള്ളുന്നു. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ഒരു വ്യക്തി സ്വാർത്ഥനാകുമ്പോഴാണ് അയാൾക്ക് അപൂർണത അനുഭവപ്പെടുന്നത്. തന്നിൽ തന്നെ പൊതിഞ്ഞു കഴിയുന്ന വ്യക്തിക്ക് ജീവിതം തന്നെ വിരസമാകുന്നു. ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള അറിവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ വിവേകത്തിലും വീക്ഷണഗതിയിലും വളർച്ചയുണ്ടാകുന്നു. ജീവിത വിജയത്തിന് നിങ്ങളുടെ താല്പര്യങ്ങൾ വിശാലമാക്കുക. ജീവിതാനുഭവങ്ങളെ കൂടുതലായി ആഗിരണം ചെയ്യുക. ഏവർക്കും നന്ദി.